നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. CS എക്സിക്യൂട്ടീവിന് ഗുരുകുലം രീതിയിൽ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ കുറേയധികം കുട്ടികൾക്കൊന്നും അഡ്മിഷൻ കൊടുക്കുന്നില്ല. 20 കുട്ടികളാണ് നമ്മുടെ ബാച്ച് സ്ട്രെങ്ത്. 20 കുട്ടികളെയാണ് നമ്മൾ ഒരു സമയം പഠിപ്പിക്കുന്നത്. അടുത്ത മോഡ്യൂൾ, അതായത് ഫസ്റ്റ് മോഡ്യൂളിന്റെ ക്ലാസ്, CS എക്സിക്യൂട്ടീവിന്റെ ഫസ്റ്റ് മോഡ്യൂൾ ക്ലാസ് ജൂൺ 2ാമത്തെ ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്യും. അഡ്മിഷൻ ഈ മാസം അവസാനം സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ അവസാനം സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ്. പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഇവിടെ താമസ സൗകര്യം അവൈലബിൾ ആണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ് പെർസെൻറ്റേജ് കൊടുക്കുന്ന കുട്ടികളെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള ഒരു സ്ഥാപനമാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ, വേറൊരു കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് 2024 പരീക്ഷ എഴുതുന്ന കുട്ടികൾ, അവരുടെ മനസ്സിലെ ഒരു പേടി എന്ന് പറയുന്നത് എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളതാണ്. പലരും +2 കഴിഞ്ഞ കുട്ടികളായിരിക്കാം. അവർ ആ പരീക്ഷയുടെ ലാസ്റ്റ് സമയത്ത് രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കാം. അവർ ഒരു എൻകൗണ്ടർ എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ പലപ്പോഴും അവർ കമ്പ്യൂട്ടറിലാണ് പരീക്ഷ എഴുതേണ്ടത്, ഓൺലൈനായിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്. പലരും എന്നോട് പറയാറുണ്ട്, സാർ കമ്പ്യൂട്ടർ എവിടെ കിട്ടുക, കമ്പ്യൂട്ടർ കിട്ടുന്ന സ്ഥലങ്ങളില്ല എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് സാർ ഞാൻ ലോഗിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. ഈ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ മെയ് 2024 എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളതാണ്. എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളതിൽ നിങ്ങൾക്കുള്ള ഒരു കമ്പ്യൂട്ടർ വഴി മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ. ഐ റിപ്പീറ്റ്, കമ്പ്യൂട്ടർ വഴി, മൊബൈൽ വഴി, ടാബ്ലറ്റ് വഴി പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ഒരു വിൻഡോസ് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ മാത്രമാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത്. ഇത് ക്യാമറയുള്ള മൈക്രോഫോൺ ഉള്ളതായിരിക്കണം. ഇന്നത്തെ എല്ലാ ലാപ്ടോപ്പുകളിലും ക്യാമറയുണ്ട്, മൈക്രോഫോൺ ഉണ്ട്. ഒരു പേടിയും പഠിക്കേണ്ട, അയ്യോ ഇനി ക്യാമറ ആദ്യം വാങ്ങുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ക്യാമറയും മൈക്രോഫോണും ഉള്ള ഒരു ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ലാപ്ടോപ്പ് ഉണ്ടാകാം, അടുത്ത നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലുണ്ടാകാം. അവർ വീട്ടിൽ പോയി പരീക്ഷ എഴുതാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കാം. ഇന്റർനെറ്റ് കണക്ടിവിറ്റി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇന്ന് മൊബൈലിലൊക്കെ 5G ഉള്ളത് കൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്ക് മൊബൈലിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് യാതൊരു കോൾസും അത് ആ മൊബൈലിൽ വരാൻ പാടില്ല. മൊബൈലിൽ കോൾ വരുന്ന സമയത്ത് ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒരു വൈഫൈ കണക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് പോയി പരീക്ഷ എഴുതുക എന്ന് തന്നെയാണ് ഞാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഇരുന്ന് പരീക്ഷ എഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ പവർ ഇൻറ്ററപ്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നല്ല സമ്മറാണ്, ഭയങ്കര ചൂടാണ്. ഈ സമയത്ത് കറണ്ട് ഇടയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻവെർട്ടർ ഉള്ള സ്ഥലത്ത് പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മിനിമം നിങ്ങളുടെ ലാപ്ടോപ്പിന് ഒരു 2-3 മണിക്കൂർ അതിൻ്റെ പവർ ബാക്കപ്പ് ഉള്ള ഒരു ലാപ്ടോപ്പ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഇത് ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ എഴുതാൻ പറ്റത്തുള്ളൂ. ടാബ്ലറ്റിൽ, മൊബൈലിൽ, ഐപാഡിൽ, അതുപോലെ തന്നെ മാക്ബുക്കിൽ ഇത് ഉപയോഗിച്ച് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. വിൻഡോസ് ലാപ്ടോപ്പ് മാത്രം അല്ലെങ്കിൽ വിൻഡോസ് ഡെസ്ക്ടോപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിന് അൺഇൻറ്ററപ്റ്റഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോളും നിങ്ങളുടെ മൊബൈലിൽ വരാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരുന്ന കോളുകളൊക്കെ ആദ്യം തന്നെ നിങ്ങൾ വേറൊരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യുക. കോൾ ഫോർവേഡിംഗ് എന്നൊരു ഫെസിലിറ്റി നിങ്ങളുടെ മൊബൈലിലുണ്ടായിരിക്കും. അത് ഫോർവേഡ് ചെയ്യുക. അതിനുശേഷം ഇന്റർനെറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഫോൺ വരില്ല, നിങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ വരില്ല. ആ പുതിയ നമ്പറിലേക്ക് ഫോൺ പൊക്കോളും. വേറെ ഒരു വഴിയില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ കറണ്ട് ഒരു അൺസർട്ടൺ ആയിട്ടുള്ള കാര്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല കറണ്ട് ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ ബാറ്ററി നിൽക്കുന്ന ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിച്ച് പരീക്ഷ എഴുതരുത്. ഒരു 2-3 മണിക്കൂർ ബാറ്ററി നിൽക്കുന്ന ലാപ്ടോപ്പ് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഇൻവെർട്ടർ ഉണ്ടായിരിക്കണം, UPS ഉണ്ടായിരിക്കണം. വൈഫൈ കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ സൂപ്പറായി. അപ്പോൾ ഞാൻ അതിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എങ്ങനെ പരീക്ഷ എഴുതുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ഇതിനു വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് നടത്തും. ട്രയൽ ടെസ്റ്റ് നടത്തും. ഈ ട്രയൽ ടെസ്റ്റ് അധികവും മെയ് 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതിയാണ് ഉണ്ടായിരിക്കുക. ഈ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ഏത് സിസ്റ്റം ഉപയോഗിച്ചാണോ പരീക്ഷ എഴുതുന്നത് അതേ സിസ്റ്റത്തിലായിരിക്കണം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ സിസ്റ്റത്തിനുണ്ടെന്ന് നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മനസ്സിലാകും.
കാരണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യും, ആ സോഫ്റ്റ്വെയർ വെച്ചാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ വെച്ച് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇൻറ്ററപ്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഇൻറ്ററപ്ഷൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എന്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയാൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അതിൽ നമുക്ക് മോക്ക് ടെസ്റ്റ്, അതായത് ട്രയൽ ടെസ്റ്റ് നമുക്ക് നടത്താൻ പറ്റി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് സമാധാനമായിട്ട് പരീക്ഷ എഴുതാം. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒരു തരത്തിലും മറക്കരുത്. മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ ഉണ്ടാവുക, ഇതിന് മാർക്കൊന്നും ഉണ്ടാവില്ല, അതൊരു ട്രയൽ ടെസ്റ്റ് മാത്രമാണ്. അയ്യോ സാർ ഇതിന് മാർക്ക് വന്നില്ല എന്നൊന്നും പറഞ്ഞ് വിളിക്കരുത്, അതൊന്നുമില്ല. നിങ്ങൾക്ക് അതെങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കാനാണ് മോക്ക് ടെസ്റ്റ് നിങ്ങളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. സാധാരണ ദിവസത്തിൽ ആദ്യത്തെ പ്രാവശ്യം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു മോക്ക് ടെസ്റ്റ് തരാറുണ്ട്. മോക്ക് ടെസ്റ്റ് എഴുതാതെ അല്ലെങ്കിൽ ശ്രമിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഒരു തരത്തിലും ഉപേക്ഷ വിചാരിക്കേണ്ട. മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യുക. എന്താണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിന് ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ കണ്ടെത്തണം, നാളെ തന്നെ കണ്ടെത്തുക, ഫൈനലൈസ് ചെയ്യുക. ഈ സിസ്റ്റത്തിന് വേണ്ട ഞാൻ പറയുന്ന സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സർ പഴയ ലാപ്ടോപ്പാണ്, ഒരു 5 കൊല്ലമൊക്കെ പഴയതാണെങ്കിൽ, 4-5 കൊല്ലം പഴയതാണെങ്കിൽ പോലും വർക്ക് ചെയ്യും. പക്ഷെ അതിലും പഴയതാണെങ്കിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്ര വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയിരിക്കാം. ഇപ്പോൾ എത്ര വലിയ തിരക്കൊന്നും ഇന്റർനെറ്റ് കഫേയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്റർനെറ്റ് കഫേയിൽ പോയിരിക്കാം. ശനിയാഴ്ചയാണ് പരീക്ഷ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടായിരിക്കും, അവർ നിങ്ങളെ സഹായിക്കും. ഓപ്ഷൻസ് എടുക്കണം. നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നമ്മൾക്ക് എൻട്രൻസ് പാസ്സായി മതിയാകും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ലിങ്ക് എവിടെയാണുള്ളത് ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുക. അടുത്ത വീഡിയോയിലേക്കും ഇത് രാജീവാണ്. താങ്ക് യു വെരി മച്ച്.